ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. നിങ്ങളെല്ലാവരും ഇത് ഫോളോ ചെയ്യാനാണെന്ന് വിചാരിക്കണം. പുതിയ ആൾക്കാരൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിന്ന് രാവിലെ 7:30 കൊടുത്തിട്ടുള്ള സ്ട്രൈക്കാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് കൊടുത്തേണ്ടത്. 24,350p. ഇതിൽ 2 പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 2 പ്രൈസ് റേഞ്ചിൽ എത്തിക്കഴിഞ്ഞ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയ്യേഴ്സ് ക്യാനിൽ ലോസ് ചെയ്യണം, അതായത് ഗ്രീൻ ക്യാനിൽ ലോസ് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ തന്ന പ്രൈസിൻ്റെ മുകളിൽ റെഡ് ക്യാൻഡിൽ ബോഡി ക്ലോസ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ട്രേഡ് എടുക്കാം. പീസേഡ് മനസ്സിലായത്. പക്ഷേ ഈ ട്രേഡ് നമുക്കൊന്ന് ആക്ടിവേറ്റ് ആയിട്ടില്ല. ഇപ്പോൾ 24,400C നമുക്കൊന്ന് ഫുൾ ടാർഗറ്റാണ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ സ്റ്റോറി ഇട്ടാണത്. മനസ്സിലായാലും ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റി ലെവൽസിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റി ലെവൽസ്. നിഫ്റ്റിക്ക് വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല, സൈഡ് വേസ് തന്നെയാണ്. ഇപ്പോൾ പ്രീവിയസിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇവിടെ പ്രീമിയം മെൽറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഗതി മാത്രമേ നടക്കുള്ളൂ. മനസ്സിലായില്ലേ? നമുക്ക് എക്സാക്റ്റ് ബൈയിങ് പ്രൈസിലാണ് നമുക്ക് പ്രോഫിറ്റ് വരുള്ളൂ. മിനിമം 10 പോയിന്റിലും കിട്ടണമെങ്കിൽ എക്സാക്റ്റ് ബൈയിങ് പ്രൈസിലാണ് ബൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രൈക്കുകളൊന്നും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് നല്ല ട്രേഡുകൾ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും നോക്കാം. ചെയ്യുന്ന ടൈം ഫ്രെയിം 1 മിനിറ്റ് ആണ്. അപ്പോൾ 1 മിനിറ്റിലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇഷ്ടംപോലെ കിട്ടും. നിങ്ങളാണ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള കാര്യം. മനസ്സിലായില്ലേ? അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇത് 24,350p ആണ്. നിഫ്റ്റിയാണ്. ഇതിലൊരു ഫസ്റ്റ് റൈഡ് നമുക്കൊരു 16 പോയിന്റ്, രണ്ടാമത്തെ റൈഡ് ഒരു 10 പോയിന്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. മനസ്സിലായത്? പക്ഷേ ഇതൊക്കെ ഹോൾഡ് ചെയ്തിരിക്കണം, എന്നാലാണ് നമുക്ക് മിനിമം 10 പോയിൻ്റൊക്കെ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ ഈ 2 ട്രേഡിലപ്പോൾ ഇതിലിപ്പോൾ 1 വേലാണ് നമുക്ക് 16 പോയിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് വരും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു 10 ക്യാനിൽ നോക്കുമ്പോൾ പ്രോഫിറ്റ് വരില്ല. നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും ഒരു 4-5 രൂപ പ്രോഫിറ്റിലായിരിക്കും. 10 പോയിൻ്റൊന്നും കിട്ടില്ല. 10 ക്യാൻഡിൽ നോക്കുമ്പോൾ 10 പോയിൻ്റൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇതൊരു കോസ്റ്റ് പോലെ നമുക്ക് കണക്കാക്കേണ്ടി വരും. പിന്നെ ഉണ്ടായിരുന്നത് 80,600p ആണ്. 80,600p നമുക്കൊരു 62 പോയിൻ്റാണ് മുകളിലേക്ക് പോയിക്കണത്. അത് 1 വേയിൽ തന്നെയാണ് 62 പോയിന്റ് പോയിക്കണത്. 1 വേയിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ക്യാൻഡിലിൽ 62 പോയിന്റ് പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെൻസസ് ആണ് കേട്ടോ അത്. പിന്നെ കുറേ നേരം ഇങ്ങനെ നിന്ന് പോയിട്ടുള്ള ട്രേഡാണത്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും നിൽക്കുക ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ 10 ക്യാൻഡിൽ തന്നെ ഇറങ്ങാൻ നോക്കും. മനസ്സിലായില്ലേ? നല്ല പ്രോഫിറ്റ് പോവുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ മാത്രം ഇറങ്ങും. ഇതാണ് നമ്മുടെ ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡ്. 24,400C. ഇത് 50 പോയിൻറ്റ്സാണ് പോയിക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഇവിടെ ബയ്യേഴ്സ് ക്ലോസ് ചെയ്തു. പിന്നെയും ബയ്യേഴ്സ് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഗ്രീൻ ക്യാനിൽ തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. റെഡ് ക്യാനിൽ വരുന്നത് ഇവിടെയാണ്. 9-19 ക്യാൻഡലിലാണ് റെഡ് ക്യാനിൽ വരുന്നത്. ലിമിറ്റഡിക്കൊന്നും വന്നിട്ടില്ല. ഒരു ഡിസ്കൗണ്ട് പ്രൈസ് എന്നുള്ള നിലയ്ക്കാണ് ഇത് എടുത്തത്. 2 പോയിന്റ് മുകളിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1 പോയിന്റ് മുകളിലും കിട്ടും കേട്ടോ. 2 പോയിന്റ് മാത്രമല്ല, 1 പോയിന്റ് മുകളിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന രീതി നമുക്ക് എടുക്കാൻ പറ്റിയിട്ടാണ്. പിന്നെ ഈ 5 മിനിറ്റിൽ തന്നെ ഇത് ഇങ്ങോട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് 50 പോയിന്റ് പോലുള്ള റേഡാണത്. നമുക്ക് പിന്നെ കിട്ടിയ ട്രേഡാണ് 24,400C. ഇതൊരു 17 പോയിന്റ് പോയിട്ടുള്ള ട്രേഡാണ്. 1 വേയിൽ തന്നെയാണ് 17 പോയിന്റ് പോയിക്കണത്. പിന്നെ ഡെലിക്കേറ്റ് ചെയ്തത് രണ്ടാമത് 24,400 കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു 26 പോയിന്റ് പോയിട്ടുള്ള ട്രേഡാണ്. എൻ്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 58 എൻ്റെ എൻട്രി വരുന്നത്. ഇവിടെയാണ് എൻട്രി വരുന്നത്. 58.80 എൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ആക്ടിവേഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ റെഡ് ക്യാൻഡിലാണ്. പിന്നെ അടിയിലേക്ക് അത്യാവശ്യം ഡിമാൻഡിക്ക് വരുമ്പോൾ എടുക്കുക. 1 രൂപ വ്യത്യാസം നമുക്ക് കിട്ടും. ഇത് 80,700C ആണ്. സെൻസസ് ആണ്. രാവിലെ നമുക്ക് നിഫ്റ്റി ഫുൾ ടാർഗറ്റ് അടിച്ചില്ലേ, അപ്പോൾ തന്നെ ആക്റ്റീവായുള്ള ട്രേഡാണ് ഇത്. ഇനിയിപ്പോൾ അവിടെ എടുക്കാൻ പറ്റാത്തവർക്ക് ഇത് എടുക്കാം. ഇത് എക്സാക്ട്ലി ലിമിറ്റിൽ വന്ന് പോയുള്ള ട്രേഡാണ്. 160 പോയിന്റും പോയിട്ടുണ്ട്. 1 വേയിൽ തന്നെ 160 പോയിന്റ്. അത് 1:4 ആണ് ആക്ടിവേറ്റ് ആയത്. 80,700C. 80,700C നമുക്ക് വേറെ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 100 പോയിന്റ് അടുത്ത് പോയുള്ള ട്രേഡാണ്. 1:2 അങ്ങനത്തെ ലെവലിലാണ് ഈ ട്രേഡ്. നമ്മൾ സെൻസസിന് 40 പോയിന്റാണ് സെല്ല്. അപ്പോൾ നമുക്ക് 1:2 എന്ന് പറഞ്ഞാൽ 80 പോയിന്റാണ്. ഇത് 100 പോയിന്റ് പോയിട്ടിലാണ്. അപ്പം അങ്ങനെയാണ് 1:2 പറഞ്ഞത് കേട്ടോ. വേറെ ട്രേഡ് ഇതാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് എസ്സലാണ്. സെൻസസിൽ 40 പോയിന്റ് എസ്സൽ വന്നിട്ടുണ്ട്. ഇന്ന് പറയാനുള്ള എസ്സൽ ഇത് മാത്രമാണ്. എസ്സൽ എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇന്നത്തേൽ. ഇത് തിരിച്ച് കയറുമ്പോൾ ബൈ എടുക്കാം. കറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു സെല്ലേഴ്സ് സ്കാനിൽ ഇവിടെ റെഡ് ക്യാനിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബൈ എടുക്കാവുന്നതാണ്. അത് 591, 650 വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടില്ല. നോക്കിയിരിക്കുന്നവർക്ക് എടുക്കാവുന്ന ലെവലാണ്. എസ് അടിച്ചു കൊടുത്തിട്ട് എടുക്കുക. അങ്ങനെ സെറ്റപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നടന്നേക്കണത്. നമുക്കൊരു ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡുണ്ട്. ഒരു സെൻസസിൽ അടിച്ചിട്ടുമുണ്ട്. ഈ സെൻസസ് അടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പ്രോഫിറ്റില്ല. അതൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് 1:30 കണ്ട് കിട്ടിയ ട്രേഡാണത്. അപ്പോഴേക്കും നിങ്ങൾ പ്രോഫിറ്റിലേക്ക് ആയി ഉണ്ടാവും. പിന്നെ വെറുതെ ട്രേഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്നിട്ടൊക്കെ കിട്ടിയ ട്രേഡാണ്. പക്ഷെ അത് ഡയറക്റ്റ് എസ്സലായി ഒന്നും ചെയ്യാൻ കാര്യത്തിൽ ഡയറക്റ്റ് എസ്സൽ വരുമ്പോഴൊക്കെ. അപ്പോൾ ട്രേഡിംഗ് മേഖലയിലേക്കൊക്കെ കടന്നു വരുമ്പോൾ, ബിഗിനേഴ്സൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്താണ് ട്രേഡിംഗ് എന്ന് ഫസ്റ്റ് പഠിക്കുക. ഓപ്ഷൻസിലേക്ക് കടന്നു വരുമ്പോൾ, ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കടലാണെന്ന് തന്നെ പറയാം, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ബിഗിനറെ സംബന്ധിച്ച് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. വെറുതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 കൊല്ലത്തെയും 3 കൊല്ലത്തെയും പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വെക്കണ പോലെയല്ല ഓപ്ഷൻസ് ചെയ്യണത്. ഓപ്ഷൻസ് മിനിറ്റിന് വിലയുള്ള ഒരു പരിപാടിയാണ്. അതിൻ്റെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ മിനിറ്റിന് വിലയാണ്, മനസ്സിലായത്? അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് വരിക. ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ ഓപ്ഷൻസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾ കണ്ണിങ് ആയിട്ടിരിക്കണം. ഇതാണ് എൻ്റെ ഫ്രീ ഗ്രൂപ്പ്. നമുക്ക് താല്പര്യമുള്ളവർക്ക് ഫ്രീ ഗ്രൂപ്പിൽ ആഡ് ആവാം. ഡെയിലി ഞാൻ ഇതിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ്, നിഫ്റ്റിയുടെ സ്പോട്ട് ബേസ്ഡ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്കിതിൽ കിട്ടുന്നതാണ്. ബാക്കി നമ്മുടെ റൂൾസ്, ട്രേഡിംഗ് വേണ്ട സെറ്റിങ്സ്, ഇങ്ങനെയൊക്കെയാണ് ട്രേഡിംഗ് വേണ്ട സെറ്റിങ്സ് നമ്മൾ ചെയ്ത് വെക്കേണ്ടത്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് രാവിലെ ഇത് ഇടാറുണ്ട്. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ആരും ഇത് വായിച്ചു നോക്കാറില്ല തോന്നുന്നു. ഫസ്റ്റ് കാരണം ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നാണ് പറയണത്. അത് ഈസിയായിട്ട് മനസ്സിലാവുന്ന സംഭവമാണ്. അതായത് ഗ്രീൻ ക്യാൻഡിൽ ലോസ് റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ആക്കി, മനസ്സിലായില്ലേ? അത്ര മനസ്സിലായില്ലേ? അവിടെ നിന്ന് പിന്നെ ലിമിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 152.40 ലിമിറ്റ് പ്രൈസ്. അതാണ് ലിമിറ്റ്. അതിൻ്റെ അടിയിലേക്ക് 10 പോയിൻ്റ് എസ് എൽ ഇടാന്ന് പറഞ്ഞാൽ 172.40 10 പോയിൻ്റ് എസ് എൽ. ഇത്രയും മനസ്സിലാണ്ടെന്ന് വിചാരിക്കണം. പിന്നെ ഉണ്ടാകുന്നത് എങ്ങനെ പൈ എടുക്കുക എന്നുള്ളത്. നമുക്ക് ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്യണം, റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ആക്കണം, ലിമിറ്റിൽ വരണം, അല്ലെങ്കിൽ ഡിമാൻഡ് പ്രൈസിലും കിട്ടണം, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഡിമാൻഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 183.40, 184.40, 155.40 അതൊക്കെയും ഡിമാൻഡാണ്. ഒരു 3 രൂപ മുകളിൽ ലിമിറ്റ് നിർത്താനും ഡിമാൻഡ് തന്നെയാണ്. SL സൈഡ് എൻട്രി ഉണ്ട്. SL സൈഡ് ഞാൻ പറയും, ഗ്രൂപ്പിൽ പറയും. അപ്പോൾ നിങ്ങൾ SL സൈഡിലേക്ക് വരുമ്പോൾ എടുക്കുക. അതാണ് SL സൈഡ് എൻട്രി. അത് ഞാനിവിടെ പറയണില്ലേ, അത് ഞാൻ പറയുമ്പോൾ എടുത്താൽ മതി. അങ്ങനെ തൽക്കാലം ഇപ്പോൾ ഈ 2 സിനാരിയോ മാത്രം പഠിക്കുക. ഒന്ന് ലിമിറ്റഡ് എടുക്കുക, ഒന്ന് ഡിസ്കൗണ്ട് എടുക്കുക. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ ക്യാൻഡിൽ ലോസിങ്. ഞാൻ ഒരു ലെവൽ തന്നു കഴിഞ്ഞാൽ, ഞാൻ ഒരു പ്രൈസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്യണം, റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ചിലപ്പോൾ ഇത് അടുപ്പിച്ച് വരണം നിർബന്ധമില്ല. ഈ ഗ്രീൻ കഴിഞ്ഞ് ചിലപ്പോൾ അടുത്തൊരു ഗ്രീൻ ആയിരിക്കാം, പിന്നെയും ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കാം. പക്ഷെ നമുക്ക് എപ്പോൾ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ ലോസ് ചെയ്യണം, അപ്പോഴാണ് ട്രേഡ് വരുള്ളൂ. ഇതിൻ്റെ മുകളിൽ ലോസ് ചെയ്യുന്ന പറഞ്ഞാൽ 182.40, 182.40 മുകളിൽ എപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ ബോഡി ക്ലോസ് ചെയ്യണം. വിക്കല്ല കേട്ടോ, വിക്ക് നമ്മൾ ഇതിലെടുക്കില്ല. നമ്മൾ ബോഡിയാണ് ഉദ്ദേശിക്കണം. ബോഡി ക്ലോസ് എപ്പോൾ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഞാൻ ക്രൂഡ് ഓയിലിൻ്റെ ലെവലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രൂഡ് ഓയിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു 1:1 മുകളിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. എടുത്തവരുണ്ടെങ്കിൽ പ്രോഫിറ്റിലൊക്കെ ഇരിക്കുള്ളൂ. 1:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിൻ്റാണ് കേട്ടോ. ഞാനൊരു 11 മണിക്ക് നോക്കണ നേരത്തെ ഒരു 15 പോയിൻറ്റ് 18 പോയിൻറ്റ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ. അപ്പോൾ എടുത്തവരുണ്ടെങ്കിൽ ഒരു 18 പോയിൻറ്റ് പ്രോഫിറ്റിലായിരിക്കും. 18 എന്ന് പറഞ്ഞാൽ 1800 രൂപ ആ റേഞ്ചിലൊക്കെയാണ്. ഒരു ലോഡിന് 100 വരും. മിനി എടുക്കുന്ന ആൾക്കാരുടെ കാര്യം എനിക്കറിയില്ല. എന്തായാലും 100, ഒരു ലോഡിന് 100 എടുക്കുന്നവർക്ക് പ്രോഫിറ്റ് വന്നുണ്ടോ. ഇത് ഫുൾ ടാർഗറ്റ് അടിച്ചതാണ്. പിന്നെ വേറെ ട്രേഡൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഇത്ര ട്രേഡാണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രീ ഗ്രൂപ്പിൽ. ട്രേഡിങ് ടൈം കഴിഞ്ഞിട്ടില്ലേ, 3:30 കഴിയുക. 3:17 വീഡിയോ എടുക്കുമ്പോൾ നിഫ്റ്റി സ്റ്റിൽ ഓടിക്കൊണ്ടൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ കുറച്ച് 2-3 ദിവസമായിട്ട് ലാസ്റ്റ് ടൈമിൽ ഇപ്പോൾ റൺ ചെയ്യണത് നിഫ്റ്റി, മനസ്സിലായില്ലേ? ലാസ്റ്റ് ടൈമിന് നിഫ്റ്റിക്ക് റണ്ണുണ്ട് 2-3 ദിവസമായിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ടൈമിന് ട്രേഡ് ചെയ്യണമെന്നല്ല, ഞാൻ പറഞ്ഞു പോണതാണ്. അത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. മാക്സിമം ട്രേഡിംഗ് നല്ല പഠിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. നല്ല പ്രോഫിറ്റുകൾ മേക്ക് ചെയ്യാൻ നോക്കുക. നാളെ നിഫ്റ്റിയുടെ എക്സ്പീരി ഡേ ആണ്, വീക്കിലി എക്സ്പീരി ആണ്. അപ്പോൾ നാളെ നല്ല ട്രേഡുകൾ കിട്ടട്ടെ, നല്ല മൂവ്മെൻറ്റുകൾ ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഇരിക്കാൻ പറ്റട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.